കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി കേരളം. രാജ്യത്തിനാകെയുള്ളതിൽ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടം. കേന്ദ്രത്തിന്റെ ധനമാനേജ്മെന്റ് മോശമാണ്. സമ്പദ്വ്യവസ്ഥ മോശമാകുന്നത് കടമെടുക്കുന്നത് കാരണമല്ല എന്നും കേരളം സുപ്രീംകോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ വിശദമായ മറുപടി. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ആക്ഷേപങ്ങൾക്ക് കേരളം 275 പേജുള്ള വിശദമായ സത്യവാങ്മൂലത്തിൽ എണ്ണമിട്ട് മറുപടി നൽകുന്നു. മറുപടി സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ തെറ്റാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം താരതമ്യം ചെയ്യാനാവില്ല. രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ 60% കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ആകെയുള്ളതിൽ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടം. കേന്ദ്ര സർക്കാരിന്റെ ധനമാനേജ്മെന്റ് മോശമാണ്. സങ്കുചിത മനസ്ഥിതിയോടെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ പരിഗണിക്കുന്നത്. അമർത്യ സെൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭർ കേരള മോഡലിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വസ്തുതകൾ മറച്ചുവെച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത്. കടമെടുക്കുന്നത് കാരണമാണ് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ മോശമാകുന്നതെന്ന കേന്ദ്രവാദത്തെയും കേരളം ഖണ്ഡിക്കുന്നു. കടമെടുക്കുന്നത് കാരണമല്ല സമ്പദ്വ്യവസ്ഥ തകരുന്നത് എന്നും കേന്ദ്രത്തിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേരളത്തിന്റെ കടമെടുപ്പിനെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്നും വായ്പാ പരിധി വെട്ടിക്കുറച്ച നടപടി നിയമവിരുദ്ധമാണ് എന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അടിയന്തരമായി 26,000 കോടി രൂപ സമാഹരിക്കാൻ അനുവദിക്കണം. ഇതിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകണം. ഇല്ലെങ്കിൽ സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുമാണ് കേരളത്തിന്റെ വാദം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.